കൂടുതൽ ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചാനൽ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. ഇന്ന് നമ്മളൊരു വ്യത്യസ്തമായ ആപ്പാണ് പരിചയപ്പെടാൻ പോകുന്നത്. നമ്മുടെ ഫോണിലെ കോൺടാക്ട്സിനെ ഇനി നമുക്ക് എളുപ്പമായി കൈകാര്യം ചെയ്യാൻ കഴിയും. അതോടൊപ്പം തന്നെ നമ്മുടെ ഫോണിലെ കോൺടാക്ട്സും ഇൻസ്റ്റാൾഡ് ആപ്ലിക്കേഷനും തമ്മിൽ നമുക്ക് എളുപ്പത്തിൽ ഇനി ഇന്ററാക്ട് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ഫോണിലെ ഒരു കോൺടാക്റ്റിന് നമുക്കൊരു ഫോൺ വിളിക്കണം, അല്ലെങ്കിൽ നമുക്കൊരു മെസ്സേജ് അയക്കണം, അല്ലെങ്കിൽ ഒരു വാട്സാപ്പ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ ഇനി ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ഈ കോൺടാക്റ്റിനെ സെർച്ച് ചെയ്ത് സെലക്ട് ചെയ്തിട്ട് സെൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നും നമുക്ക് ഈ ആപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു ആവശ്യമില്ല. ഇതിൽ വെറും ഒരു ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് മെക്കാനിസം മാത്രം നടക്കുന്നത്. നമ്മൾ കോൺടാക്ട് സെലക്ട് ചെയ്ത് അത് ഡ്രാഗ് ചെയ്തിട്ട് നമുക്ക് എന്താണ് നമുക്ക് പെർഫോം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് വിളിക്കുകയാണോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ മെസ്സേജ് ആണോ വായിക്കേണ്ടത്, അല്ലെങ്കിൽ വാട്സാപ്പ് ആണോ, എന്താണ് വേണ്ടത് അവിടെ കൊണ്ടുവിട്ടാൽ ഈ ആപ്പ് നമുക്കത് എളുപ്പത്തിൽ ചെയ്തു തരുന്നതാണ്. അപ്പോൾ ഈ ആപ്പ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമ്മുടെ ഫോണിന്റെ കൈകാര്യം എളുപ്പമാക്കാമെന്ന് നമുക്ക് ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഈ ആപ്പിൻ്റെ പേരാണ് ഡ്രൂപ്പ്. ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമ്മുടെ ഫോണിലെ കാര്യങ്ങളൊക്കെ എളുപ്പമാക്കാൻ നമുക്ക് നോക്കാം. ആദ്യം തന്നെ പ്ലേ സ്റ്റോർ എടുക്കുക, അതിൽ ഡ്രൂപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ആപ്പാണ് കിട്ടുക. ഇത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ അവിടെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇതിനെ ഓപ്പൺ ചെയ്യാം. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് കാണാം. ഇതിൽ കണ്ടിന്യൂ പ്രസ് ചെയ്യാം. കണ്ടിന്യൂ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണാം. സ്കിപ്പ് ചെയ്ത് വിടാം. ഇനി ഈ ലെറ്റ് സ്റ്റാർട്ട് എന്ന് പറയുന്ന ഇൻ്റർഫേസിൽ പെർമിഷൻ സെറ്റ് ചെയ്ത് കൊടുക്കുക. പെർമിഷന് സൈഡിലുള്ള സെറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പോപ്പപ്പ് മെസ്സേജ് വരും. അതിൽ എലവ് സെലക്ട് ചെയ്യാം. താഴെ യൂസേജ് ആക്സസ് ഉണ്ട്, അതും സെറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു വിൻഡോയിൽ നിന്ന് നമ്മൾ ഡ്രൂപ്പിൻ്റെ ആക്സസ് ഓഫിൽ നിന്ന് ഓൺ ആക്കാം. ഇതെല്ലാം നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഇപ്പം ആപ്പ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇപ്പം നമുക്കൊരു ഇൻ്റർഫേസ് കാണാം. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ഫോണിലത്തെ കോൺടാക്ട്സ് ഒക്കെ ലിസ്റ്റ് ആയിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ നമ്മുടെ ഫോണിൻ്റെ കോളിംഗ്, മെസ്സേജിങ്, വാട്സപ്പ് അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ നമുക്ക് ഒരു കോൺടാക്റ്റിന് ഇപ്പോൾ സപ്പോസ് കോളാണ് ചെയ്യേണ്ടതെങ്കിൽ ആ കോൺടാക്റ്റ് സെലക്ട് ചെയ്യാം. കോൺടാക്ട് സെലക്ട് ചെയ്തതിന് ശേഷം ഇപ്പോൾ നമ്മൾ കോളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ഡ്രാഗ് ചെയ്തിട്ട് കോൾ ഓപ്ഷനിൽ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ കോൺടാക്റ്റിലേക്ക് കോൾ ഫോർവേഡ് ആവുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു വാട്സപ്പ് മെസ്സേജ് അയക്കേണ്ടതെങ്കിൽ കോൺടാക്ട് സെലക്ട് ചെയ്തിട്ട് വാട്സപ്പ് ഐക്കണിലേക്ക് ഡ്രാഗ് ചെയ്യാം. അപ്പം അയാളുടെ ചാറ്റിൻ്റെ വാട്സാപ്പ് വിൻഡോ നമുക്ക് ഓപ്പണായി കാണാം. ഇതുപോലെ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, കോളാണെങ്കിൽ കോൾ, മെസ്സേജ് ആണെങ്കിൽ മെസ്സേജ്, നിങ്ങളുടെ ആവശ്യം എന്താണോ അതനുസരിച്ച് നമുക്ക് കോൺടാക്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് ആ ഐക്കണിൽ ഡ്രോപ്പ് ചെയ്ത് കൊടുത്താൽ എളുപ്പത്തിൽ നമുക്കത് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഈ ആപ്പിൻ്റെ സെറ്റിങ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇൻ്റർഫേസിൻ്റെ ബോട്ടം റൈറ്റിലൊരു സെറ്റിങ്സ് ഐക്കൺ കാണും, അത് പ്രസ് ചെയ്യാം. അപ്പോൾ സെറ്റിങ്സിൽ ഫസ്റ്റ് വരുന്നത് ജനറൽ സെറ്റിങ്സ് ആണ്. ഇതിൽ നമുക്ക് ആപ്പ് ഏത് ലാംഗ്വേജിലാണ് യൂസ് ചെയ്യേണ്ടത് അത് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതേപോലെ ഡിഫോൾട്ട് വ്യൂ എങ്ങനെയാണ് വേണ്ടത്, ഫേവറേറ്റ്സിൻ്റെത് അതും സെറ്റ് ചെയ്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ആപ്ലിക്കേഷൻസിൻ്റെ ഓർഡർ, നാവിഗേഷൻ അങ്ങനെയെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കാം. സെറ്റിങ്സിൽ അടുത്ത ഓപ്ഷൻ എന്നത് ഡയലർ ഓപ്ഷൻസ് ആണ്. ഇതിൽ നമുക്ക് നമ്മുടെ ഡയൽ പാഡിൻ്റെ ലാംഗ്വേജ് ഇംഗ്ലീഷോ അത് നമുക്ക് ഏത് ലാംഗ്വേജാണ് വേണ്ടത് സെറ്റ് ചെയ്യാം. ഡയലറിൻ്റെ തീം നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം സെറ്റ് ചെയ്യാവുന്നതാണ്. ഇതിലുള്ള അടുത്ത ഓപ്ഷൻ കോൾസ് ഓപ്ഷനാണ്. കോൾസ് ഓപ്ഷനിൽ നമുക്ക് വേണ്ടാത്ത അൺവാണ്ടഡ് കോൾസ് ബ്ലോക്ക് ചെയ്യാനുള്ള ബ്ലോക്ക് കോൾസിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അതേപോലെ നമുക്ക് അറിയാത്ത നമ്പറിനൊക്കെ കോൾ വരുമ്പം അത് ആരാണെന്ന് നമ്മൾ അറിയിക്കാൻ വേണ്ടിയിട്ട് കോളർ ID എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ഓട്ടോമാറ്റിക് കോൾ റെക്കോർഡിംഗ് ഉണ്ട്. അത് നമ്മൾ ഓൺ ആക്കിയാൽ എല്ലാ കോൾസും റെക്കോർഡ് ആവുന്നതാണ്. മിസ് കോൾസ് അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഇതിൽ കോൾസിൽ അവൈലബിൾ ആണ്. നെക്സ്റ്റ് ഇതിലുള്ള തീമാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള തീം ഇതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് അത് നമ്മുടെ ഡിഫോൾട്ട് തീമെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇതിൽ വരുന്ന അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് കോൺടാക്ട്സ് ആണ്. ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ കോൺടാക്ട്സിൻ്റെ കോൾ ഹിസ്റ്ററി ക്ലിയർ ചെയ്യാം. അതുപോലെ തന്നെ കോൺടാക്ട്സ് ഇപ്പോൾ നമുക്ക് നമ്മുടെ സർനെയിം വെച്ചിട്ടാണ് ലിസ്റ്റ് ഉണ്ടെന്ന് വെച്ചാൽ അത് ഓൺ ചെയ്ത് കൊടുക്കാം. അതേപോലെ നമ്മുടെ കോൺടാക്ട്സിൽ അവരുടെ ബർത്ത്ഡേസ് ഒക്കെ നമുക്ക് റിമൈൻഡ് ചെയ്യണമെങ്കിൽ ബർത്ത്ഡേ റിമൈൻഡേഴ്സ് ഉണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഫ്രീക്വൻ്റ്ലി എപ്പോഴെപ്പോഴും വിളിക്കുന്ന ആൾക്കാരെ നമുക്ക് ആദ്യം കാണണം, അവരുടെ കോൺടാക്ട്സ് ആദ്യം വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് സജഷൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും അവൈലബിൾ ആണ്. ഇതിൽ വരുന്ന നെക്സ്റ്റ് ഓപ്ഷനാണ് ഡോട്ട്സ് എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻ എന്നത് ഡോട്ട്സ് ആണ്. നമ്മൾ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പം നമ്മുടെ ഹോം സ്ക്രീനിൽ ഈ ആപ്പിൻ്റെ ഒരു ഷോർട്ട് കട്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഷോർട്ട് കട്ടിൻ്റെ ഐക്കൺ നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം മാറ്റാം. ഇവിടെ ഇപ്പോൾ ഡോട്ട്സ് ആണ്. ഇനിയിപ്പോൾ നമുക്ക് ഡോട്ട്സ് അല്ല ഇൻവിസിബിൾ ആയിട്ട് വേണ്ടതെന്ന് ചെയ്യാം, നമുക്ക് അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതല്ല ട്രിഗർ മതിയെങ്കിലും നമുക്ക് അത് സെലക്ട് ചെയ്യാം. നമുക്ക് ഏതാണോ ഇഷ്ടം അത് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്.
ഇതിൽ നമുക്കിനി എല്ലാ ആപ്പിനെയും പോലെ ഒരു പേഴ്സണലൈസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ അവൈലബിൾ ആണ്. ഈ പേഴ്സണലൈസിങ് നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഈ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണുന്ന വിൻഡോയിൽ ഇപ്പോൾ കോൺടാക്ട്സ് ലെഫ്റ്റിലും ആപ്സ് റൈറ്റിലുമാണ്. ഇതിപ്പോൾ നമുക്ക് ഷിഫ്റ്റ് ചെയ്യണം. നമുക്ക് കോൺടാക്ട്സ് റൈറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓറിയൻറ്റേഷൻ സെലക്ട് ചെയ്യാം. അതേപോലെ ഒരു ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോഴുള്ള ആനിമേഷൻ അത് നമുക്ക് വേണമെങ്കിൽ ഓഫ് ചെയ്യാം. അതേപോലെ വൈബ്രേഷൻ, സൗണ്ട്, ടെക്സ്റ്റിൻ്റെ സൈസ്, അങ്ങനെയുള്ള നമുക്ക് ഓരോ ചെറിയ കാര്യങ്ങൾ പോലും നമുക്ക് പേഴ്സണലൈസ് ചെയ്യാൻ പറ്റാവുന്നതാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷനിൽ നമുക്കൊരു ഡ്രൈവ് മോഡ് എന്നൊരു ഓപ്ഷൻ കൂടിയുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ആക്ടിവേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഫോണ് ഡ്രൈവ് മോഡിലാക്കാവുന്നതാണ്. സോ ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഈ ഒരു സിംഗിൾ ആപ്പിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇത്രയും ഓപ്ഷൻസ് തരുന്നതിനോടൊപ്പം ഈ ആപ്പ് ഉപയോഗിച്ച് നമുക്ക് എളുപ്പത്തിൽ ഓരോ കോൺടാക്ട് നമുക്ക് ആഗ്രഹിക്കുന്നത് എന്താണോ അത് നമുക്ക് ചെയ്യാൻ കഴിയും. എല്ലാവരും ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിന് എളുപ്പത്തിൽ ഇനി കാര്യങ്ങളെല്ലാം ചെയ്യാൻ കഴിയും. ഈ ആപ്പ് യൂസ് ചെയ്തിട്ട് അങ്ങനെ നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ ഫോണിൽ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാവുന്നതാണ്. ഈ ആപ്പിന് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ബിൽഡ് ഇൻ കോൾ റെക്കോർഡ് ഫംഗ്ഷൻ കൂടിയുണ്ട്. അത് നമ്മൾ ഈ ആപ്പ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന എല്ലാ കോൾസും ഓട്ടോമാറ്റിക്കലി റെക്കോർഡ് ആയിരിക്കും. ഇതിന്റെ കൂടെ തന്നെ നമുക്കിപ്പോൾ സ്പാം കോൾസ്, അങ്ങനെ നമുക്ക് അനാവശ്യമായ കോൾസ് ഒക്കെ ബ്ലോക്ക് ചെയ്യണമെങ്കിൽ അതിനുള്ള ഫീച്ചറും ഇതിൽ അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ നമ്മൾ അയാൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, അയാൾ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും അത്യാവശ്യം അറിയുന്നില്ല, അങ്ങനെയുള്ളവർക്കായിട്ട് അപ്പോൾ ഇതിൽ ജെഫും കൂടെ അറ്റാച്ച് ചെയ്തിട്ടാണ് കോൾ ചെയ്യാൻ പറ്റും. ഇതിന് വേറൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് കോൾ സെൻഡ് ചെയ്യുമ്പം അതിനോടൊപ്പം തന്നെ നമുക്ക് ജെഫും കൂടെ അറ്റാച്ച് ചെയ്യാവുന്നതാണ്. ഈ ആപ്പ് നിങ്ങൾ എല്ലാവരും യൂസ് ചെയ്ത് നോക്കണം. നിങ്ങൾക്കൊക്കെ ഈ ആപ്പ് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പ്ലേ സ്റ്റോറിൽ ഫ്രീ ആയി ലഭിക്കുന്ന ഒരു കിഡിലൻ ആപ്പാണിത്. ഇത് ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ ഈസി ആയിട്ട് ഉപയോഗിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ ടെക് ലോകത്തെ വാർത്തകളുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.